ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കാമല്ലോ. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു ഉള്ളി, കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഇച്ചിരി ഇഞ്ചി. നമുക്കൊരു കാര്യം ചെയ്യാം, കുക്കറിനകത്തോട്ട് ആ കിഴങ്ങും ക്യാരറ്റോടെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിന് ഇത് കോരി വെച്ചിട്ട് അതൊന്ന് ഉടച്ചൊക്കെ എടുക്കണം. എന്നിട്ട് നമുക്ക് ചീനിച്ചട്ടി വെച്ച് ഒന്ന് കടുവൊക്കെ പൊട്ടിച്ച് ആ ചേരുവയെല്ലാം കൂട്ടൊന്ന് വറുത്ത് ഒരു ചെറിയ അതിൻ്റെ ആ ഉള്ളിയുടെ ആ ചെവയൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ഒരു മണമൊക്കെ എല്ലായിട്ടും പിടിച്ച് എല്ലാം അതിൻ്റെ പച്ചച്ചവ മൊത്തം ഒന്ന് മാറണം. എന്നിട്ട് അതിൻ്റെ മസാലക്കൂട്ടുകളിട്ട് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയും ഇട്ട് ചീൻചട്ടി ഓഫ് ചെയ്യണം. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് പരുവാക്കണം. വൃത്തിയാക്കി എടുത്തിട്ട് ശരിയാക്കി എടുക്കണം. അത് വൃത്തിയായിട്ടെടുത്ത് നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് കിഴങ്ങ് ആക്കി നമുക്ക് ആ ദോശത്തവ എടുത്ത് വെച്ച് ദോശമാവ് എടുത്ത് ദോശമാവ് അങ്ങോട്ടൊന്ന് ചുടാം. ഫ്ലെയിം കുറച്ച് വെക്കണം. നല്ലതായിട്ട് അങ്ങോട്ട് പരത്തണം. നല്ല ഇതായിട്ട് നൈസായിട്ട് അങ്ങ് പരത്തണം. പരത്തി നെയ്യ് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ദോശക്കകത്ത് തേച്ച് പിടിപ്പിച്ച് ഇതൊക്കെ ആ സ്പൂൺ കൊണ്ട് എല്ലായിടും ഒന്ന് പരത്തി കൊടുക്കണം. നെയ്യ് എല്ലായിടും ഒന്ന് പറ്റിപ്പിടിക്കാൻ വേണ്ടിയാണേ എല്ലായിടും. എന്നിട്ട് ആ അരിവിനൊക്കെ ഒന്ന് നോക്കണം ഈ എല്ലായിടും എത്തിയിട്ടുണ്ടോയെന്ന്. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ആ മസാല ദോശയുടെ കൂട്ടുണ്ടല്ലോ, അത് ആ ദോശക്കകത്തോട്ടങ്ങ് വെച്ച് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിന് ഒരു കണക്കുണ്ടല്ലോ, വെച്ച് കൊടുത്ത് അങ്ങനെ പതുക്കെ അതൊന്ന് മടക്കി എടുക്കാം നമുക്ക് കേട്ടോ. മടക്കി തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ചൂടാക്കി നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ വീഡിയോ?